ഹായ് ഗൈസ്, നമ്മളങ്ങനെ ഒരു അണ്ടർ വേൾഡ് ട്രെയിലൊക്കെ ഏകദേശം കഴിഞ്ഞു. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് പോകും തോറും കംപ്ലീറ്റ് ഇടുങ്ങിയ വഴികളാണ്. ഇതിൻ്റെ ഡോറ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഡോറ് ഇത് ഈ വഴിയിലൂടെ നമ്മൾ അകത്തോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞ് പോകും തോറും ഞാൻ വീഡിയോയിലെടുത്ത് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇടുങ്ങിയ പാതയിലേക്കാണ് വരുന്നത്. ശരിക്കും ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ആൾക്കാർ ജീവിച്ചിരുന്നവർ പറഞ്ഞത്, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് വരെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ വലിയൊരു മലയുടെ മുകളിൽ തുരങ്കം ഉണ്ടാക്കിയിട്ട് മലയുടെ അകത്ത് ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയില്ല. ഭാഗ്യം നമുക്ക് ആരെയും കാണാൻ പറ്റിയില്ല ഇപ്പോഴത്തെ ഒരു തലമുറയിൽ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ കപ്പിഡോക്കിൽ വരണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെ നോക്കാവുന്നതാണ്. സേഫാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ഫെയറി ടെയിൽ എന്ന് പറയുന്ന ലാൻഡിലാണ് എത്തിക്കുന്നത്. നല്ല ചുമയൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. ഇവിടെ വലിഞ്ഞു കയറിയതിൻ്റെ പാടാണ്. നല്ല നല്ല പാടാണ് ഇവിടെ വലിഞ്ഞു കയറാനായിട്ട്. ഈ ചുമക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലമുണ്ടാ കപ്പിഡോഷ്യയിൽ വരുന്ന ആളുകൾക്ക് കാണാൻ പറഞ്ഞ നല്ലൊരു സ്ഥലമാണിത്. നിങ്ങളിവിടെ വരണുണ്ടെങ്കിൽ ഫെയറി ടെയിൽ ലാൻഡ് മിസ് ചെയ്ത് കാണുക. നമുക്കൊരു കമൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കപ്പിഡോക്കിയയിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞെത്തിയിരിക്കുന്ന കേവ് ഹോട്ടലാണ്. ഇവിടെ ഈ കേവ് ഹോട്ടൽസ് ഭയങ്കര പോപ്പുലറാണ്. സാധാരണ ഹോട്ടലിനേക്കാളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് താമസിക്കാനായിട്ട്. അതായത് ശരിക്കും ഗുഹ തുറന്നിട്ട് അതിനകത്തൊരു ഹോട്ടൽ സെറ്റ് ചെയ്തൊക്കെയാണ്. വർഷങ്ങളോളം ഓൾഡായിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. കാണുമ്പോൾ അറിയാം നമുക്കത്. നമ്മൾ കേവ് ഹോട്ടലിൻ്റെ അകത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹോട്ടൽ. ഇവിടെ ആരും ഇല്ല, രാത്രി ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ കീയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിട്ര കേവ് സ്യൂട്ട്സ് എന്നാണ് എൻ്റെ പേരുടെ. ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് കേവ് ഹോട്ടൽസ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഡാലിയ എന്നുള്ളതാണ് എൻ്റെ ഒരു കിട്ടിയേക്കുന്ന കേവ് ഹൗസ്. ആ കേവ് റൂം കേട്ടോ, ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, റൂമാണത്. നമ്മൾ അതിനകത്തോട്ട് കയറുന്നതാണ്. ഇങ്ങനെയാണിത് ഇരിക്കുന്നതിൻ്റെ ഒരു ശരിക്കും ഒരു ഗുഹയുടെ അകത്താണിതിങ്ങനെ പണിതേക്കുന്നത്. ഒരു നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ കണ്ടെടുത്തോളം. പിന്നെ എല്ലാവരും പഴയ സ്റ്റൈലിൽ സംഭവം സെറ്റ് ചെയ്തെങ്ങനെയാണ്. ഇവിടെ ടോയ്ലറ്റ് കൊടുത്ത തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ടോയ്ലറ്റ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഒരു ആ ഗുഹയുടെ സെറ്റപ്പ് ഒന്നും മാറ്റിയിട്ടില്ല അവർ. എല്ലാം ആ ഒരു ഫുള്ള ഒരു ഇത് തന്നെയാണ്. മുകളിൽ ഓട്ടയൊക്കെ ഉണ്ട്. പാമ്പൊക്കെ വരുമെന്ന് അറിയാൻ പോലെ അത്രയും മുമ്പാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കേവ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഹോട്ടൽ തന്നെയാണ്. ഹോട്ടലിനകത്ത് ഇങ്ങനെ ഓരോ മുറികൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് അവർ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കപ്പിഡോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കേവ് ഹൗസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. നല്ലൊരു അനുഭവമാണ്. പിന്നെ ഡിന്നറൊക്കെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോലെയാണ്. കഴിക്കുമ്പോൾ അറിയാം ഫ്രീ ആണോ പൈസ കൊടുക്കേണ്ടി വരുമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ തന്നെയാണ് ബലൂൺ എന്താണ് ഫ്ലൈ ഉള്ളത്. അപ്പോൾ നാളെയാണ് അതിൻ്റെ ഇത് വരുന്നത്. നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ടയർഡൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും സന്ധിക്കുന്നതായിരിക്കും. ബൈ.
ലാൻഡ് സെറാമിക് വെച്ച് ഉണ്ടാക്കണതാണ്. നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് കിടത്തി കഴിയുമ്പോൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ കളറിൽ ഇതെല്ലാം കാണാൻ പറ്റും. നമുക്കിവിടെ ലൈറ്റ് കിടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്തായാലും പറഞ്ഞ ഒരു ബലൂൺ മേടിക്കുന്നുണ്ട്. കപ്പിഡോക്കിയ ഫേമസ് ആണുള്ള ബലൂണിൽ ഒരു ബലൂൺ ഒന്ന് മേടിക്കുന്നുണ്ട്. ഞാനത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോട്ടോ ഇടാം, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. കപ്പിഡോക്കിയ ടർക്കിയിൽ ഭയങ്കര ഫേമസ് ആണ് ഇങ്ങനത്തെ സെറാമിക് പ്രോഡക്ട്സ്. ഒരു ഹാൻഡ് വെച്ച് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടർക്കിയിൽ വരുന്നുണ്ടെങ്കിൽ, കപ്പിഡോക്കിയ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബലൂൺ ചെറുതൊന്നും മേടിക്കാതെ ഈ തൂക്കിയിട്ടൊക്കെ പോലത്തെ ഒരു ബലൂൺ എവിടെ ആയി കാണുന്ന ബലൂൺ. ഇത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ഒരു മിന്നാമിനീൻ്റെ വെളിച്ചത്തായിരിക്കും കാണുന്നത്. ഞാനൊരു പടം ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടുന്ന് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് മേടിച്ച ശേഷം പടം പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത് കാണാം.